സുഹൃത്തുക്കളെ, ആദ്യമായി ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവായ മോഹൻലാലിന് അഭിനന്ദനങ്ങൾ അറിയിക്കാം. ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച. മോഹൻലാൽ എന്തുകൊണ്ടും ആ അവാർഡിന് അർഹനാണ്. പക്ഷേ മോഹൻലാലിനേക്കാളും എത്രയോ പ്രഗത്ഭരായ മറ്റ് നമ്മുടെ സംസ്ഥാനത്തും പ്രഗത്ഭരുണ്ട്. എത്രയോ പ്രഗത്ഭരായ കലാകാരന്മാരുണ്ട്. ഉദാഹരണത്തിന് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാർ. ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഈ അവാർഡ് കിട്ടാത്ത മഹാന്മാരായ കലാകാരന്മാരെ കുറിച്ചാണ്. അതിൽ ഏറ്റവും പ്രധാനി ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറാണ്. നസീർ സാറിനോളം സിനിമാ ലോകത്ത് യശസ് ഉയർത്തിയ മറ്റൊരു നടൻ ഇന്ത്യൻ സിനിമയിലില്ല. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും നസീർ സാറിൻ്റെ പേര് എല്ലാവർക്കും അറിയാം. ഏത് നാട്ടിൽ പോയാലും നസീർ സാറിൻ്റെ പേര് ചോദിച്ചാൽ പറയാൻ പറ്റും. പല പല റെക്കോർഡുകളും ഗിന്നസ് ബുക്കിൽ വന്നതും മൊത്തത്തിൽ എടുക്കുമ്പോൾ നസീർ സാറിന് കൊടുത്ത ശേഷം മാത്രമേ മോഹൻലാലിന് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ ദാസേട്ടൻ, ഈ ദാദാ ഫാൽക്കെ അവാർഡ് നടന്മാർക്ക് മാത്രമല്ല കൊടുക്കുന്നത്, പാട്ടുകാർക്ക് കൊടുക്കും, സംഗീത സംവിധായകർക്ക് കൊടുക്കും, ഗാനരചയിതാവിന് കൊടുക്കും. അപ്പോൾ ദാസേട്ടനും ഈ അവാർഡ് കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്, എന്നാണ് തോന്നുന്നത്. ഇത് മുമ്പ് പറയുന്നത് കേട്ടിട്ടില്ല. മോഹൻലാലിനേക്കാളും എത്രയോ അറിയാനാണ് ദാസേട്ടൻ. അതേപോലെ ഇന്ത്യയിൽ ശശി കപൂറിന് ഈ അവാർഡ് കിട്ടിയിട്ടുണ്ട്, വിനോദ് ഖന്നയ്ക്ക് കിട്ടിയിട്ടുണ്ട്, അമിതാഭ് ബച്ചന് കിട്ടിയിട്ടുണ്ട്, മിഥുൻ ചക്രവർത്തിക്ക് കിട്ടിയിട്ടുണ്ട്. അതേസമയം ഇവിടുത്തെ യേശുദാസിനെ പോലെ അവിടെയുള്ള മുഹമ്മദ് റഫീക്ക് കിട്ടിയിട്ടില്ല. മന്നാടയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഈ അവാർഡ്. അതേപോലെ ലതാ മങ്കേഷ്കർക്ക് അവാർഡ്, ലതാ മങ്കേഷ്കർ അർഹയാണ്. പക്ഷേ ആശാ ഭോസ്ലെക്കും കിട്ടിയിട്ടുണ്ട് ദാദാ ഫാൽക്കെ. അതേസമയം പി സുശീലാമ്മക്ക് കിട്ടിയിട്ടില്ല. ആശാ ഭോസ്ലിനേക്കാളും എത്രയോ മികച്ച ഗായികയാണ് പി സുശീലാമ്മ. അവർക്ക് ഈ അവാർഡില്ല. അപ്പോൾ ഈ അവാർഡ് കൊണ്ട് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്, അവാർഡിൻ്റെ മാനദണ്ഡം എന്താണെന്ന് ഇതുവരെ ആർക്കും പിടികിട്ടിയില്ല. അതുപോലെ രജനീകാന്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത് കമൽഹാസന് അവാർഡില്ല. ദാദാ ഫാൽക്കെ കമൽഹാസന് കിട്ടിയിട്ടില്ല. കമൽഹാസന് കിട്ടാതെ രജനീകാന്തിന് ആരെങ്കിലും ഇത് കൊടുക്കുമോ ദാദാ ഫാൽക്കെ? പിന്നെ അതുപോലെ തന്നെ SP ബാലസുബ്രഹ്മണ്യത്തിനും അദ്ദേഹം അർഹനാണ്, വേൾഡ് റെക്കോർഡുള്ള ഗായകനാണ്. പിന്നെ നമുക്ക് അവാർഡ് ഇതിൽ അർഹതപ്പെട്ടതാണ് മനോരമ എത്രയോ പടങ്ങളിൽ വിവിധ വേഷങ്ങൾ കൈകാര്യം ചെയ്ത നടിയാണ്. അതുപോലെ സുകുമാരി ചേച്ചി മലയാളത്തിൽ എത്ര കഥാപാത്രങ്ങൾ തന്മയത്വത്തോടെ അവതരിപ്പിച്ച നടിയാണ് സുകുമാരിക്കില്ല. പിന്നീട് ഇന്ത്യയിൽ സംഗീത സംവിധായകൻ നൗഷാദ് അലിക്ക് ഈ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ദേവരാജ മാഷ്ക്ക് ഈ അവാർഡില്ല. ഇളയരാജയ്ക്ക് ഈ അവാർഡില്ല. നൗഷാദ് അലിക്ക് കിട്ടിയ സ്ഥിതിക്ക് ഇളയരാജയ്ക്കും ദേവരാജ മാഷ്ക്കും ഉറപ്പായിട്ട് ഈ അവാർഡ് കിട്ടണം. അപ്പോൾ ഈ അവാർഡ് കൊടുക്കുന്ന എന്ത് ഉദ്ദേശത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. മൊത്തത്തിൽ എല്ലാ അവാർഡും ഇങ്ങനെ തന്നെ. അതുപോലെ പത്മഭൂഷൺ അവാർഡ് ശോഭനയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പത്മഭൂഷൺ മമ്മൂട്ടിക്ക് കിട്ടിയില്ല. ശോഭനയേക്കാൾ എത്രയോ ഉയരത്തിലുള്ളതല്ല മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടിയില്ല. ശോഭനയ്ക്ക് എന്ത് കണ്ടിട്ടാണ് പത്മഭൂഷൺ കൊടുത്തത്? മണിച്ചിത്രത്തായിൽ വെളിച്ചപ്പാട് തുള്ളുന്ന ഒരു തുള്ളിയതിനാണ്. വേറെ എന്ത് വലയ്ക്കാന്ന് ശോഭനയ്ക്കുള്ളത്? അപ്പോൾ ഈ അവാർഡിനെ കുറിച്ച് ഒരു അവാർഡിനും പ്രസക്തിയില്ല. അവരവർക്ക് തോന്നുന്ന ആൾക്ക് ഈ പറഞ്ഞ ഒരു കമ്മിറ്റി കൂടിയിട്ട് അവർക്ക് ആർക്കാ കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അവർക്ക് കൊടുക്കലാണ്. ഇത് 1969 മുതൽ ഈ ഫാൽക്കെ അവാർഡ് ഉണ്ട്. അവരൊന്നും നസീർ സാറിനെ കണ്ടിട്ടില്ല, MGR കണ്ടിട്ടില്ല. ഇപ്പോൾ കാണുന്നത് മോഹൻലാൽ കിട്ടിയതിനെക്കുറിച്ച് കുറ്റം പറയുന്നതല്ല. മോഹൻലാൽ കിട്ടാനുള്ള അർഹതയുണ്ട്. പക്ഷേ മോഹൻലാൽ കിട്ടുന്നതിന് മുമ്പേ നസീർ സാറിനും യേശുദാസിനും ദേവരാജ മാഷ്ക്കെല്ലാം കിട്ടണം. അതിനുശേഷം മോഹൻലാൽ കിട്ടിയാൽ നമുക്ക് ഓക്കെ. അപ്പോൾ ഞാൻ പണ്ടേ ഇതിൽ പറയലുണ്ട്, ഈ അവാർഡിലൊന്നും യാതൊരു കാര്യമില്ല. MG ശ്രീകുമാർ 2 നാഷണൽ അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ജയേന്ദ്രൻ ചേട്ടന് 1 നാഷണൽ അവാർഡേ ഉള്ളൂ. മുഹമ്മദ് റാഫിക്ക് 1 നാഷണൽ അവാർഡേ ഉള്ളൂ. കിഷോർ കുമാറിന് നാഷണൽ അവാർഡേ ഇല്ല. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് അവാർഡിനെ കുറിച്ചിട്ട് പറയാതിരിക്കലാണ് നല്ലത്. ജനങ്ങളുടെ മനസ്സിൽ ജനപ്രീതിയാണ് ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ നേട്ടം. ജനങ്ങളുടെ മനസ്സിൽ ഇടം കൊള്ളുന്ന കലാകാരനാണ്
യഥാർത്ഥ കലാകാരൻ. രണ്ട് ഈ അവാർഡിലൊന്നും യാതൊരു കാര്യമില്ല. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തു. ഓക്കെ.